ഹായ്, കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയുന്നത്. അതായത് ആക്റ്റീവ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. ഞാൻ റിസൾട്ടുകൾ വരുന്ന സമയത്ത് സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ ഒരു കമൻറ്റും വന്നിരുന്നു, ഈ സെക്ടർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ മനോരമ ഇൻഡസ്ട്രീസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് സംസാരിച്ചിരുന്നു. സോ അതിന് ഉള്ള റിപ്ലൈ കൂടെ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ സെക്ടർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹൈ ഗ്രോത്ത് ഉള്ള സെക്ടറാണ്. അതായത് നല്ല ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ആ സെക്ടർ ഗ്രോത്ത് നോക്കുന്നത് നമ്മൾ വേറെ എങ്ങും പോയിട്ട് നോക്കുകയല്ലേ ചെയ്യുന്നത്. ആ സെക്ടറിലെ മേജർ പ്ലേയേഴ്സ്, അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പോൾ FMCG സെക്ടർ ആ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങനത്തെ സെക്ടേഴ്സ് എടുക്കുക, നമ്മൾ ഇൻഡസ്ട്രി എടുക്കുക. ഒരു ബിസിനസ്സിൽ ഹൈ ഗ്രോത്ത് ഉള്ള, ഇപ്പം നമ്മൾ റീറ്റെയിൽ ജ്വല്ലറിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ കല്യാൺ ഡേ സെൻകോയുടെ ഒക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ നമ്മൾ റീറ്റെയിൽ ജ്വല്ലറിനെ മാത്രമാണ് എടുക്കുന്നത്. അവിടെ നമ്മൾ B2B ബിസിനസ്സുകൾ എടുക്കുന്നില്ല. B2C ആയിട്ടുള്ള കല്യാണം സെൻകോയും പിൻ ഗഡ്ഗിലേക്കാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. സെയിം ടൈമിൽ നമുക്ക് B2Bയിൽ സ്കൈ ഗോൾഡും അല്ലെങ്കിൽ ശാന്തി ഗോൾഡൊക്കെ പോലത്തെ കമ്പനികൾ വേറെയുണ്ട്. അവർ B2Bയിലാണ്. അപ്പോൾ നമ്മൾ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടൊരു സെക്ടർ എടുത്തിട്ട് അങ്ങനെ അങ്ങ് പോവല്ലേ ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടെ ലോജിക്കലായിട്ട്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഷെയർ മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു ബിസിനസ്സിനെ നമ്മൾ ബിസിനസ് ആയിട്ട് തന്നെ കാണാനായിട്ട് നോക്കുന്നത്. അവിടെ നമുക്ക് കോമൺ സെൻസ് വെച്ച് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഒരേ സെക്ടറിൽ ഒരേ രീതിയിൽ ഒരേ ബിസിനസ്സുകൾ ചെയ്യുന്ന കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്തതിന് ശേഷം അവിടുത്തെ ഏറ്റവും നല്ലതായിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനി സെലക്ട് ചെയ്യുന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സെക്ടർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഹൈ ഗ്രോത്ത് ഉള്ള സെക്ടർ എന്ന് പറയുമ്പോൾ, അതായത് ഒരേ ഇൻഡസ്ട്രിയിൽ ഒരേ ബിസിനസ് ചെയ്യുന്ന കമ്പനികളെ നമ്മൾ നോക്കും. അതിൽ ഹൈ ഗ്രോത്ത്, ഈ കമ്പനികളെല്ലാം ഹൈ ഗ്രോത്ത് ഉണ്ടാകുന്ന കമ്പനികളായിരിക്കണം. അതായത് ആ സെക്ടറിന് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കണം. അത് നോക്കാനായിട്ട് വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ ഈ കമ്പനികളെ നേരത്തെ പറഞ്ഞ പോലെ കമ്പനികളെ മാത്രം ട്രാക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ റീറ്റെയിൽ ജ്വല്ലറി പറഞ്ഞ സമയത്ത് മേജർ പ്ലേയേഴ്സിനെല്ലാം 40% മുകളിലാണ് ഈ ക്വാർട്ടറിൽ ഗ്രോ ചെയ്തിരിക്കുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്ന് അവരുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് കൂടിയതാണ്, അല്ലെങ്കിൽ സ്വർണ്ണത്തിന്റെ പ്രൈസ് കൂടിയതാണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ കുറെ ക്വാർട്ടറുകൾ നോക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 1, 2, 3 വർഷം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും മേജർ പ്ലേയേഴ്സ് എല്ലാം 20%, 30%, 40% ആ ഒരു രീതിയിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഇങ്ങനെ സെക്ടറിൽ ഗ്രോത്ത് ഉള്ളപ്പോൾ ആ സെക്ടറിന്റെ ഗ്രോത്തിനെ കഴിഞ്ഞ് മുകളിൽ പെർഫോം ചെയ്യുന്ന കമ്പനികളായിരിക്കും നമുക്ക് വേണ്ടത്. ഈ സെക്ടറിൽ നല്ല ഹൈ ഗ്രോത്ത് ഉണ്ട്. ഇപ്പൊ ജ്വല്ലറി പറഞ്ഞ നോർമലി അറ്റ്ലീസ്റ്റ് ഒരു 5 to 10% സെക്ടർ ഗ്രോത്ത് ഉള്ള സെക്ടറുകളിലെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള സെക്ടറിൽ ഈ 5 to 10%, ഇപ്പൊ 10% ആണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിക്ക് മിനിമം ഒരു 1.5 അല്ലെങ്കിൽ 2 times ഓഫ് ഈ സെക്ടറിന്റെ ഗ്രോത്തിന് മുകളിൽ ഉണ്ടാവണം. 1.5 അല്ലെങ്കിൽ 2 times. അങ്ങനെ നോക്കുക, ഒരു 15% മുകളിലുള്ള, അല്ലെങ്കിൽ കാരണം നോമിനൽ GDP തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 10 to 12% ഇടയ്ക്കാണ് മിക്കവാറും നമ്മുടെ നോമിനൽ GDP ഉള്ളത് ഈ 10 to 12% ഇടയ്ക്കാണ്. അപ്പം അതിന് മുകളിൽ ഗ്രോ ചെയ്യാത്ത കമ്പനികളിൽ ഞാൻ പൊതുവിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ സെക്ടർ ഗ്രോത്ത് നോക്കുന്നത് ആ സെക്ടറിലെ കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കിയിട്ടാണ്. അതല്ലാതെ ആ സെക്ടറിലെ ഇൻഡെക്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇപ്പോൾ FMCG ഇൻഡെക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ ഒരു ക്രൈറ്റീരിയ അല്ല. എൻ്റെ ക്രൈറ്റീരിയ അവിടുത്തെ സെക്ടറിലെ മേജർ കമ്പനികളെല്ലാം നന്നായിട്ട് ഗ്രോ ചെയ്യണം. ആ ഗ്രോ ചെയ്യുന്ന കമ്പനികളിലെ ഹയസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്, അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി. നമ്മൾ നോർമലി അങ്ങനെയാണല്ലോ. ഇപ്പൊ ഷെയർ മാർക്കറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംസാരിച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു ബിസിനസ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ സെക്ടറിൽ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ, ആ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന, ഏറ്റവും നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന, ഏറ്റവും നല്ല രീതിയിൽ സെയിൽസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല മാർജിൻസ് ഉള്ള, നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്ന അങ്ങനത്തെ ബിസിനസ്സിലായിരിക്കുമല്ലോ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സ്വന്തം ക്യാഷ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സെക്ടറിലും ഈ ഷെയർ മാർക്കറ്റിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഹൈ ഗ്രോത്ത് ഉള്ള സെക്ടറിലെ ഹൈ ഗ്രോത്തുള്ള അവിടുത്തെ ലീഡിംഗ് പ്ലേയേഴ്സ്, ലീഡിംഗ് 1ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തോ നിൽക്കുന്ന കമ്പനികളിൽ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അതല്ലാതെ ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഇപ്പൊ PC ജുവലേഴ്സ് 37% ഗ്രോ ചെയ്തിരിക്കുന്നത്. അത് ഈ റീറ്റെയിൽ ജ്വല്ലറി സ്പേസിൽ നോക്കിയാൽ ഇപ്പൊ പെർഫോം ചെയ്തിരിക്കുന്ന കമ്പനികളൊക്കെ ഇനി താഴെയാണ്. ബാക്കിയുള്ള കമ്പനികളെല്ലാം അതിന് മുകളിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. സെയിം ടൈമിൽ PC ജുവലേഴ്സിൽ 37 ആണ്. അതേസമയം നമ്മൾ ഇന്ത്യ ഷെൽട്ടർ ഹൗസിംഗ് ഫിനാൻസ് എടുത്താൽ, അതായത് അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസിൽ വരുന്ന കമ്പനിയായിട്ടുള്ള ഇന്ത്യ ഷെൽട്ടർ എടുത്താൽ അവർക്ക് 30 to 35% ആണ് അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് നോക്കിയാലേ അവർ 30 to 35%, PC ജുവലേഴ്സ് 37%. ഇത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് PC ജുവലേഴ്സ് ആണ് ബെറ്റർ സ്റ്റോക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ ഷെൽട്ടർ ആണ് ആ ഒരു സെക്ടറിൽ, അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അപ്പൊ അവരെ കഴിഞ്ഞ് ബെറ്റർ ആണ് PC ജുവലേഴ്സ് എന്ന് നമുക്ക് ചുമ്മാ വെറുതെ ഫിഗേഴ്സ് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. അത് നമുക്ക് 37-35 കഴിഞ്ഞ് മേളിലാണെന്ന് പറയാനേ പറ്റുള്ളൂ. അതല്ലാതെ ഈ PC ജുവലേഴ്സ് എന്ന് പറയുന്ന ബിസിനസ്സും അതേപോലെ തന്നെ ഈ ഇന്ത്യ ഷെൽട്ടർ എന്ന് പറയുന്ന ബിസിനസ്, ഇവർ രണ്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ്. അപ്പൊ ഈ ബിസിനസ്സുകളിൽ എങ്ങനെയാണ് ഗ്രോത്ത് നോക്കുക, ഈ അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസിൽ എങ്ങനെയാണ് ബിസിനസ്സുകളുടെ ഗ്രോത്ത് നോക്കുക, അവിടെ ഏത് കമ്പനിയാണ് നന്നായിട്ട് പെർഫോം ചെയ്യുക, ആ സെക്ടറിന് ഗ്രോത്ത് ഉണ്ടെന്ന് നോക്കുക, ആ സെക്ടറിൽ ഏറ്റവും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ഏതാണെന്ന് നോക്കുക. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ത്യ ഷെൽട്ടർ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഹോം ഫസ്റ്റ് ഫിനാൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും, ആപ്റ്റിസ് കാണാൻ പറ്റും, ഇങ്ങനത്തെ കമ്പനികൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഗ്രോത്ത് ഉള്ള സെക്ടർ കണ്ടുപിടിച്ചിട്ട് ആ സെക്ടറിലെ ഹൈ ഗ്രോത്ത് ഉള്ള അവിടുത്തെ ലീഡിംഗ് പ്ലേയേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. ലീഡിംഗ് പ്ലേയേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് ഗ്രോത്തിന്റെ കാര്യത്തിൽ ലീഡിംഗ് ആയിട്ടുള്ള പ്ലെയർ, അല്ലാതെ അവിടുത്തെ ഏറ്റവും വലിയ പ്ലെയർ എന്നുള്ളതല്ല ഇവിടുത്തെ നമ്മുടെ ക്രൈറ്റീരിയ. നമുക്ക് ഗ്രോത്ത് ആണ്
എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഗ്രോത്ത് വന്നാൽ പോരാ, ഗ്രോത്തിന് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവണം, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ടാവണം, മാർജിൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവണം, നല്ല രീതിയിൽ പ്രൊഡക്റ്റ് മിക്സ് ചേഞ്ച് ആവണം, അതായത് നമുക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് മിക്സിൽ ചേഞ്ചുകൾ വരുന്നുണ്ടാവണം, എക്സ്പാൻഷൻ പ്ലാൻ നല്ല രീതിയിൽ ഉണ്ടായിരിക്കേണ്ടതായിരിക്കണം, അങ്ങനെ നല്ല രീതിയിൽ ഗ്രോത്ത് നോക്കുന്ന കമ്പനികളായിരിക്കണം. അങ്ങനത്തെ കമ്പനികളിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ അല്ല. നമ്മുടെ സ്റ്റോക്ക് വരുന്ന സെക്ടറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവണം, അതേപോലെ തന്നെ സ്റ്റോക്ക് അവിടുത്തെ ഒരു ലീഡിംഗ് കമ്പനി കൂടി ആയിരിക്കണം. ഇനി രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ മനോരമയുടെ എക്സാമ്പിളിനെ പറ്റി പറഞ്ഞാൽ, മനോരമ വരുന്നത് FMCG സെക്ടറിലാണ്. FMCG സെക്ടറിലെ ഇൻഡെക്സിൽ ഒന്നും ഞാൻ നോക്കാറില്ല മനോരമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം എന്താ വെച്ചാൽ മനോരമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റീറ്റർ ഇല്ല. അവർ വേണമെങ്കിൽ ഒരു മോണോപ്പൊളി ബിസിനസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്റർനാഷണലി തന്നെ അവർ ലീഡിംഗ് പ്ലെയർ ആണ്. അവർ മേക്ക് ചെയ്യുന്ന ഇപ്പോൾ കൊക്കോ ബട്ടർ ഇക്വാലന്റ് ആണ്. സെയിം ടൈമിൽ ഇപ്പോൾ FMCG സെഗ്മെന്റ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇപ്പം കോൾഗേറ്റ് എടുത്ത് നോക്കുക, കോൾഗേറ്റ് മനോരമ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അല്ലെ HUL എടുത്ത് നോക്കുക, മരിൻ ബ്യൂറേഴ്സ് എടുത്ത് നോക്കുക, ഈ കമ്പനികളായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇവരൊക്കെ ചെയ്യുന്ന പല പല ബിസിനസ്സുകളാണ്. FMCG സെക്ടറിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ എല്ലാം ബിസിനസ്സുകൾ വേറെ വേറെയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള നമ്മുടെ വിന്റേജ് കോഫിയുടെ ബിസിനസ് എടുത്ത് അവർ കോഫി പൗഡർ ആണ് മേക്ക് ചെയ്യുന്നത്, ഇൻസ്റ്റന്റ് കോഫി. ആ ഇൻസ്റ്റന്റ് കോഫി മേക്ക് ചെയ്യുന്ന ഈ പറയുന്ന വിന്റേജ് കോഫിയും അതേപോലെ തന്നെ മനോരമയും തമ്മിൽ ശരിക്കും ബന്ധമില്ല. മനോരമ ചെയ്യുന്ന കോക്കോ ബട്ടർ ഇക്വാലന്റ്. ഇവർ രണ്ടുപേരും FMCG സെക്ടർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ രണ്ടുപേരും രണ്ട് ബിസിനസ് ആണ് ചെയ്യുന്നത്. ഈ സെയിം സെക്ടറിൽ തന്നെ ഇവർക്ക് ഒരു കോമ്പറ്റീറ്റർ വരുവാണ്, അവരെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. അതിലാരാണ് ലീഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പക്ഷേ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീറ്റർ ഇല്ല. മനോരമയെ സംബന്ധിച്ചിടത്തോളം വേറെ കോമ്പറ്റീറ്റർ ഇല്ല, അല്ലെങ്കിൽ വിന്റേജ് കോഫിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ വേറെ കോമ്പറ്റീറ്റർ ഇല്ല. ഇപ്പൊ വേറൊരു കമ്പനി വരുവാന്ന് വിചാരിക്കുക, ടീ പൗഡർ മാത്രം മേക്ക് ചെയ്യുന്നത്. അവർ വന്നാലും ഈ വിന്റേജ് കോഫി എന്ന് പറഞ്ഞാൽ അവർ ഇൻസ്റ്റന്റ് കോഫിയാണ് മേക്ക് ചെയ്യുന്നത്. അപ്പുറത്തൊരു ടീ പൗഡർ മേക്ക് ചെയ്യുന്ന ഒരു കമ്പനി വന്നാലും ഇവർക്ക് ഡയറക്റ്റ് കോമ്പറ്റീഷൻ അല്ല. അപ്പൊ അവരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അതേപോലെ തന്നെ ഈ മനോരമേനെ FMCG ഇൻഡെക്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. നമ്മൾ അങ്ങനെ ഈ തിയററ്റിക്കലായിട്ട് നമ്മൾ അങ്ങനെ പോകുന്നതിനകത്ത് വലിയ കാര്യമില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും കുറച്ചും കൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഈ FMCG സെക്ടറിൽ ഗ്രോത്ത് വരുന്നുണ്ടോ അതുമായിട്ട് യാതൊരു ബന്ധമില്ല മനോരമയ്ക്ക്. മനോരമ FMCG പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് ലാർജർ ആയിട്ടുള്ള ഒരു ഇൻഡെക്സുമായിട്ട് നേരിട്ട് കമ്പയർ ചെയ്യുന്നതിനകത്ത് വലിയ അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാറുമില്ല. അതുപോലെ പൊതുവിൽ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് സ്റ്റോക്കുകളുടെ വോളറ്റിലിറ്റിയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിനെ പറ്റിയിട്ടുള്ള സംസാരം. അതിപ്പോൾ മനോരമ നോക്കിയാൽ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് കൺസോളിഡേഷൻ ഫേസിലാണ്, അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ സെയിം ടൈമിൽ നിഫ്റ്റി നോക്കിയാൽ നിഫ്റ്റി ലാസ്റ്റ് കഴിഞ്ഞ സെപ്റ്റംബർ 27 ഹൈ മേക്ക് ചെയ്തതിനു ശേഷം നിഫ്റ്റി ഇപ്പോഴും ആ ടോപ്പിൽ നിന്ന് താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2-2.5% ഇപ്പോഴും താഴെയാണ്. ഏകദേശം 17% താഴെ പോയിരുന്നു നിഫ്റ്റി ഇൻഡെക്സിൽ. സെയിം ടൈമിൽ മനോരമ നോക്കിയാൽ ആ ഒരു സെപ്റ്റംബർ 27 ശേഷം 100% റിട്ടേൺ തന്നിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് ഡബിൾ ആയിട്ടുണ്ട് അവിടുന്ന്. ഇപ്പൊ നോക്കിയാൽ ഏകദേശം അന്നത്തെ ഹൈയിൽ നിന്ന് ഏകദേശം 50% മുകളിലാണ് സ്റ്റോക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ സ്റ്റോക്കിന്റെ പ്രൈസ് ഉള്ളത്. ആ രീതിയിൽ സ്റ്റോക്ക് പെർഫോമൻസ് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഷോർട്ട് ടൈമിൽ ഇപ്പൊ സ്റ്റോക്ക് സൈഡ് വേസ് ആണോ അങ്ങനെ നോക്കുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. നമ്മൾ ഒരു ലോങ്ങർ പീരീഡിലേക്ക് നോക്കുമ്പോഴത്തേന് സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിൽ റിട്ടേൺ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഷോർട്ട് ടൈം വോളറ്റിലിറ്റി എല്ലാ സ്റ്റോക്കിലും ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 റിസൾട്ട് നോക്കിയാൽ മനോരമ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2-3 റിസൾട്ടിലും. അല്ല അതിന് മുമ്പ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ 2-3 റിസൾട്ടിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റോക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്തിട്ടില്ല. ഇൻഡെക്സിനെ പറ്റി മൊത്തത്തിൽ നോക്കിയാൽ ഇൻഡെക്സ് മൊത്തത്തിൽ ഡൗൺ ആയിട്ട് കിടക്കുന്ന സമയത്ത് പോലും സ്റ്റോക്ക് അതിന് മുകളിൽ പെർഫോം ചെയ്ത് തന്നിട്ടുണ്ട്. സോ അങ്ങനെ പെർഫോം ചെയ്യുന്ന കമ്പനി ഇങ്ങനത്തെ ഒരു വോളറ്റിലിറ്റി ഒക്കെ സ്റ്റോക്കിൽ നോർമലായിട്ട് ഉണ്ടാകും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇപ്പൊ സ്റ്റോക്ക് ഏകദേശം അതിന്റെ ഹൈയിൽ നിന്നിട്ട് 27% ഡൗൺ ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും സ്റ്റോക്ക് ഈ നിഫ്റ്റി ഉണ്ടാക്കിയ ഹൈയിൽ നിന്ന്, നിഫ്റ്റി കഴിഞ്ഞ മുമ്പിലത്തെ വർഷം, അതായത് 1.5 വർഷം മുമ്പ് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ 1.25 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഹൈയിൽ നിന്നിട്ട് നിഫ്റ്റി ഇപ്പോഴും അതിന്റെ താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിം ടൈമിൽ സ്റ്റോക്ക് ഇത്രയും മുകളിലാണ്, അതായത് 50% മുകളിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷോർട്ട് ടൈമിലെ വോളറ്റിലിറ്റി നോക്കുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ PE റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ വാല്യുവേഷൻസ് നല്ല രീതിയിൽ താഴേക്ക് വരും. ഹൈ ഗ്രോത്ത് ഉള്ള കൺസിസ്റ്റൻസിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ലീഡർ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ വാല്യുവേഷൻസ് ഇങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സ്റ്റോക്ക് പെർഫോം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ ആ സ്റ്റോക്കിൽ വാല്യുവേഷൻസിൽ അല്ലെങ്കിൽ അതിന്റെ PE റേഷ്യോസ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ റീറേറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ നല്ല കമ്പനികൾ ഫൈൻഡ് ചെയ്യുക, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള കാര്യമുള്ളൂ. ഷോർട്ട് ടൈം വോളറ്റിലിറ്റിനെ പറ്റി നമ്മൾ വറീഡ് ആവേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് മൊത്തത്തിൽ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുറച്ചും കൂടെ ലോജിക്കലായിട്ടുള്ള രീതിയിൽ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള റീസണിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് ആ സ്റ്റോക്കുകളിൽ ഹോൾഡ് ചെയ്തിരിക്കാനായിട്ട് പറ്റും. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.